എന്തുകൊണ്ടാണ് ദൈവവചനത്തെ നിത്യജീവിതത്തിൽ പരിചിതമായ വസ്തുക്കളോട് ഉപമിച്ചിരിക്കുന്നത്? ദൈവവചനം ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എങ്ങനെയാണ്? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വചനം പോലെ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള മറ്റൊരു മുഖാന്തരവും ഇല്ലെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. മനുഷ്യജീവിതത്തിൻ്റെ സകല മേഖലകളിലും സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ദൈവവചനം ദൈവത്തിൽ നിന്ന് മനുഷ്യർക്ക് ലഭിച്ച അമൂല്യമായ സമ്പത്താകുന്നു. ഇത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ദൈവവചന പഠനത്തിനുള്ള താല്പര്യത്തിന് ആനുപാതികമായിട്ടായിരിക്കും ഒരു ദൈവപൈതലിൻ്റെ ആത്മീക ആരോഗ്യവും ഓജസ്സും ദൈവത്തിനു വേണ്ടി ആ വ്യക്തി ഉപയോഗിക്കപ്പെടുന്നതും. അതിന് സഹായിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. മനുഷ്യജീവിതത്തിൽ നിരന്തരം ഉപയോഗിക്കുന്നതും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുമായ ഏതാനും കാര്യങ്ങളോട് ദൈവവചനത്തെ ബൈബിളിൽ ഉപമിച്ചിട്ടുണ്ട്. അവയാണ് നാം ഇനി പഠിക്കുന്നത്. ഓടുന്ന ഒരു വണ്ടിയിൽ ഇന്ധനം തീരുന്നതനുസരിച്ച് നിറയ്ക്കേണ്ടതുപോലെ ഒരു ആത്മീയന് ദൈവവചനത്താലുള്ള നിറവ് എന്നും ആവശ്യമാകുന്നു. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഒരു ആത്മീയന് കൃത്യമായി അറിയാം. അവൻ്റെ പുതുക്കപ്പെടലിനും വളർച്ചയ്ക്കും ആവശ്യമായതെല്ലാം ദൈവം നൽകുന്നു. അതുകൊണ്ട് അയാൾ ഒരിക്കലും ദൈവവചനത്തെ അവഗണിക്കുകയില്ല. ദൈവവചന സത്യത്താൽ ആത്മരക്ഷ പ്രാപിച്ച ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുന്നതും അതേ ദൈവവചനത്താൽ തന്നെയാണ്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവം നിയോഗിച്ചിട്ടുള്ള മാർഗം ആണ് ദൈവവചന പഠനം. തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തിൽ ക്രിസ്തു പ്രാർത്ഥിച്ചത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ബൈബിളിൽ ദൈവവചനത്തിന് നൽകിയിരിക്കുന്ന പേരുകൾ പരിശോധിച്ചാൽ ഒരു ക്രിസ്തു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് എങ്ങനെ ഉപകരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകും. ഒന്നാമതായി, മുഖം നോക്കുന്ന ഒരു കണ്ണാടിയായിട്ട് ദൈവവചനത്തെ പറഞ്ഞിരിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. സത്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടുമറക്കുന്നവനല്ല, പ്രവർത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഒരു കണ്ണാടി അതിൽ നോക്കുന്നവരുടെ ബാഹ്യ രൂപം വെളിപ്പെടുത്തുന്നതാണ്. എന്നാൽ ബൈബിൾ ഒരു വ്യക്തിയുടെ ആത്മീയ നില വെളിപ്പെടുത്തി തരുന്നു. അതായത് കണ്ണാടി പുറമേ ഉള്ളത് നമുക്ക് കാണിച്ചു തരുമ്പോൾ ദൈവം മനുഷ്യഹൃദയത്തെ കാണുന്നു. പ്രാകൃത മനുഷ്യനെയും ജഡീക മനുഷ്യനെയും ആത്മിക മനുഷ്യനെയും ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ബൈബിൾ പഠിക്കുന്ന ഒരാൾ നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ചിരുന്ന അനേകം സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തിൽ തന്നെ പ്രതിഫലിക്കുന്നതായി കാണുന്നു. ഉദാഹരണത്തിന് പഴയ നിയമത്തിലെ ആഖാൻ എന്ന ആളുടെ അത്യാഗ്രഹത്തിലും യാക്കോബിൻ്റെ ദുരാഗ്രഹത്തിലും അനന്യാസിൻ്റെയും ഭാര്യ സഫീരയുടെയും വ്യാജഭാവത്തിലും പത്രോസിൻ്റെ തള്ളിപ്പറച്ചിലും തർസോസുകാരനായ ശൗലിൻ്റെ സ്വയനീതീകരണത്തിലും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അന്യോന്യമുള്ള അസൂയയിലും അവിശ്വാസത്തിലും സ്വാർത്ഥതയിലും നമ്മെ തിരിച്ചറിയുന്നു.
അതായത് ഒരു വ്യക്തിയുടെ ഉള്ള അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് ദൈവവചനമായ വിശുദ്ധ ബൈബിൾ. നമ്മുടെ ആന്തരിക മനുഷ്യൻ്റെ മുഖം മൂടി വലിച്ചു കീറി നമ്മുടെ രഹസ്യ വിചാരങ്ങളും ആഗ്രഹങ്ങളും മറനീക്കി കാണിക്കുന്നതാണ് ബൈബിൾ. കൂടാതെ പൂർണ്ണനാകുവാനുള്ള മനുഷ്യൻ്റെ അഭിലാഷത്തെ അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് എന്ന്. അതെ, ക്രിസ്തുവിൻ്റെ തേജസ് കാണുമ്പോൾ അതുപോലെ ആകുവാനുള്ള വാഞ്ച നമ്മിലുണ്ടാകുന്നു. ബൈബിൾ ക്രമമായി പഠിക്കുമ്പോൾ ഈ വാഞ്ച നമ്മിൽ വളരും. രണ്ടാമതായി, നമ്മെ മുറ്റും വെടിപ്പാക്കി ഉന്മേഷം നൽകുന്ന ജലമായി ദൈവവചനത്തെ പറഞ്ഞിരിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന്. 119-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ നാം കാണുന്നത്: ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. പാപത്താൽ മലിനമാക്കപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം മാലിന്യത്താൽ അശുദ്ധമാക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. വിശ്വാസ ജീവിതയാത്രയിൽ നമുക്ക് അനുദിനം ശുദ്ധീകരണം ആവശ്യമാണ്. പഴയ നിയമകാലത്ത് താമ്രയാഗപീഠത്തിലെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടാലും സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കുമായി പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു പുരോഹിതൻ താമ്രത്തൊട്ടിയിലെ വെള്ളത്താൽ കഴുകൽ പ്രാപിക്കേണ്ടതുണ്ടായിരുന്നു. ജീവവചനമാകുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്നും കഴുകൽ പ്രാപിച്ചവരാണെങ്കിൽ തന്നെ എഴുതപ്പെട്ട വചനത്താൽ നമ്മൾ ദിനംതോറും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അനുതാപത്തോടെ ജീവിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവരായിരിക്കൂ. വെള്ളം നമ്മെ ശുദ്ധീകരിക്കുക മാത്രമല്ല, നമുക്ക് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. ദൈവവചനം ക്രമമായി ധ്യാനിക്കുന്നതിനാൽ ആത്മാവിൻ്റെ ആലസ്യവും മനസ്സിലെ നിരാശകളും ശരീരത്തിൻ്റെ ക്ഷീണവും മാറിയ ആയിരങ്ങളുടെ സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ കഴിയും. മൂന്നാമതായി, ദൈവവചനം ശരീരാത്മദേഹികൾക്ക് പോഷണവും രുചിയും നൽകുന്ന ആഹാരമാകുന്നു. ദൈവവചനം ആത്മീയ ജീവിതത്തിൽ ശിശുക്കളായവർക്ക് പാലും, ആത്മീയ പക്വത വന്നവർക്ക് കട്ടിയായുള്ള ആഹാരവും, ആത്മീയമായി ദിനംതോറും വളരുന്നവർക്ക് തേനുമാകുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്നാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. 19-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്ന: അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. ദൈവവചനം ഭക്ഷിക്കുന്നവർ ബലവാന്മാരായിരിക്കും. ദൈവവചനം അവഗണിക്കുന്നവർ വളർച്ച മുരടിച്ചു പോയവരായിരിക്കും. അതായത് നമ്മൾ ആത്മീയ ആഹാരം ഭക്ഷിക്കുകയും ശരീരത്തിൽ അത് ദഹിച്ചു ചേരുകയും ചെയ്യുന്നതിന് ആനുപാതികമായിട്ടായിരിക്കും നമ്മുടെ ബലവും ഓജസ്സും. ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ആത്മീയ ഭക്ഷണത്തിൻ്റെ അഭാവമുണ്ടെന്ന് ആർക്കും മനസ്സിലാകും. അവൻ പരീക്ഷയെ നേരിടുവാൻ ശക്തിയില്ലാതെ, തെറ്റിനെ വിവേചിച്ചറിയുവാൻ കഴിയാതെ പാപത്തിൽ മുഴുകി ജീവിക്കും. അങ്ങനെയുള്ളവർ ദുഷ്ടനായവൻ്റെ വഴിതെറ്റിക്കുന്ന ഉപായങ്ങളിലും തന്ത്രങ്ങളിലും എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന വിധത്തിലായിരിക്കും. അവർ ആത്മീയ പുരോഗതി പ്രാപിക്കില്ല എന്ന് മാത്രമല്ല, ലോകത്തിനു മുൻപിൽ ശക്തിഹീനവും ഔചിത്യമില്ലാത്തതും അപമാനകരവുമായ ജീവിതമായിരിക്കും അവർ നയിക്കുന്നത്. ദൈവകൃപയാലും ദൈവസ്നേഹത്താലും വചനത്താലും ദിനംതോറും നവീകരിക്കപ്പെടാത്തവർ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പരാജയപ്പെടുന്നു.
ചിലപ്പോൾ ചില ക്രിസ്തീയ വേലക്കാർ പോലും ദൈവവചനത്തെ അവഗണിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ തങ്ങളുടെ മൊത്തം ശക്തിയും ചോർന്ന് ഫലശൂന്യരായി പോയിട്ടുണ്ട്. ഇത് നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ ദൂതുകൾ പുതുമയും ഫലവുമില്ലാത്തതായി കാണപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ജഡത്തിൻ്റെ ബുദ്ധിയിൽ നിന്നും വാക്സാമർത്ഥ്യത്തിൽ നിന്നും ശക്തിയിൽ നിന്നും വരുന്ന വാക്കുകളായിരിക്കും അവർ ആളുകൾക്ക് നൽകുന്നത്. അങ്ങനെയുള്ളവരുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയാൻ കഴിയില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്ന്. വിശുദ്ധ പൗലോസ് പോലും അതാണ് മനസ്സിലാക്കിയത്. 4-മതായി ദൈവവചനം ഇരുട്ടിൽ പ്രകാശം പരത്തി നേരായ പാത കാട്ടുന്ന ഒരു ദീപം പോലെയാണ്. താഴെയുള്ള തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. 119-ാം സങ്കീർത്തനം 105-ാം വാക്യം, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് കാണുന്നു. ഒരു ക്രിസ്തു വിശ്വാസിക്ക് ചുറ്റും ചതിക്കുഴികൾ വളരെയുണ്ട്. അവരെ എങ്ങനെയും കുഴിയിൽ ചാടിക്കുവാൻ പിശാച് കുടുക്കുവച്ചിരിക്കുന്നു. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നു, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. 119-ാം സങ്കീർത്തനം 110-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദുഷ്ടന്മാർ എനിക്ക് കണി വച്ചിരിക്കുന്നു, എന്നാലും ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. സഭയ്ക്കുള്ളിൽ പോലും ലോകം കടന്നിരിക്കുകയും ആളുകളെ നയിക്കുന്നവർ ദൈവവചനത്തിന് വിരുദ്ധമായി നടക്കുകയും ചെയ്യുന്ന ഈ ആപത്കരമായ കാലത്ത് ആത്മാർത്ഥതയുള്ള വിശ്വാസികൾ പോലും ശരിയായ പാത ഏതെന്നറിയാതെ പതറി നിൽക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ശരിയായ പാത കാണുവാൻ പ്രകാശം അത്യാവശ്യമാണ്. ഈ പ്രകാശം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ വഴി തെറ്റുവാനോ കാലിടറുവാനോ സാധ്യതയില്ല. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവരുടെ ഓരോ കാൽവെപ്പും ദൈവഹിതത്തിന് പൂർണ്ണമായി യോജിക്കുന്നതും ദൈവവചനത്തിന് നിസ്സാരവുമായിരിക്കും. 119-ാം സങ്കീർത്തനം 133-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത്. ഇനി 37-ാം സങ്കീർത്തനം 31-ാം വാക്യത്തിൽ തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ്റെ കാലടികൾ വഴുതുകയില്ല എന്ന് നാം കാണും. ഒരു ക്രിസ്തു വിശ്വാസിയെ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാക്കുവാൻ ആവശ്യമായ ഉപദേശങ്ങളും ശാസനകളും ഗുണീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും ദൈവവചനത്തിൽ നൽകിയിട്ടുണ്ട്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ നമുക്കെല്ലാം അറിയാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. നമ്മെ സമ്പന്നരാക്കുന്ന സമ്പത്താകുന്നു ദൈവത്തിൻ്റെ വചനം. നമ്മെ സമ്പന്നരാക്കുന്ന വലിയ സമ്പത്ത്. 119-ാം സങ്കീർത്തനത്തിലേക്ക് വീണ്ടും വരാം. അതിൻ്റെ 162-ാം വാക്യത്തിൽ വായിക്കുന്നു, വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. വിശ്വാസത്തിൽ തളർന്നു പോകുവാനുള്ള സാഹചര്യങ്ങൾ നിരന്തരം നമ്മുടെ ചുറ്റുമുണ്ട്. അതിനുള്ള പോംവഴി വിശ്വാസത്തിൽ സമ്പന്നരാകുക എന്നത് മാത്രമാണ്. ഇങ്ങനെ പുതുക്കം പ്രാപിക്കുന്നത് എപ്പോഴും ആവശ്യമാകും. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു എന്നത്രേ. തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരികയും അത് അവകാശമാക്കുവാനും ആസ്വദിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദൈവവചനമാണ് ആത്മീയമായി നമ്മെ സമ്പന്നരാക്കുന്നത്. ഇനി 6-മതായി, ന്യായം വിധിക്കുവാൻ കരുത്തുള്ള ഒരു വിമർശകൻ കൂടിയാണ് ദൈവത്തിൻ്റെ വചനം. എബ്രായ ലേഖനം 4:12 നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. വചനം നമ്മെ വിമർശിക്കുവാൻ അനുവദിക്കുന്നതിന് പകരം
ഇന്ന് മനുഷ്യർ വചനത്തെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വചനത്തിൻ്റെ ഏറെ പ്രയോജനകരമായ ഒരു പ്രവൃത്തി അത് ക്രിസ്തു വിശ്വാസികളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ന്യായം വിധിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് 139 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്. 139 സങ്കീർത്തനം 23-24 വാക്യങ്ങൾ: ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളുടെ പ്രയോജനം അറിഞ്ഞവൻ്റെ പ്രാർത്ഥനയാണത്. ഇനിയും 119 സങ്കീർത്തനത്തിൻ്റെ 175 വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവേ, നിൻ്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. തൻ്റെ ജീവിതത്തെ ദൈവവചനത്തിൻ്റെ നീതിയുള്ള വിധികൾക്ക് വിധേയപ്പെടുത്തുന്ന ഓരോ ദൈവ പൈതലിൻ്റെയും ആത്മീയ ജീവിതം എത്ര ശക്തമായിരിക്കുമെന്നറിയാമോ? ആത്മീയ ഉണർവുണ്ടായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ദൈവവചനത്തിന് വിധേയപ്പെട്ട് ജീവിച്ച അനേകായിരങ്ങളുണ്ടായിട്ടുണ്ട്. ഇനിയും ദൈവവചനത്തെക്കുറിച്ച് ഏഴാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ളൊരു സഹായ ഗ്രന്ഥമാകുന്നു എന്നാണ്. 119 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു എന്ന് കാണുന്നു. ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഭക്തിയുടെ മാർഗത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ ഓരോ സ്റ്റെപ്പിനും ഓരോ കാൽവെപ്പിനും വേണ്ട ആലോചനകൾ ബൈബിളിലുണ്ട്. അതിനുള്ള പ്രമാണങ്ങളും അതാചരിക്കേണ്ട വിധവും ബൈബിൾ നൽകുന്നു. ക്രിസ്തു സമാനമായ ജീവിതം ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിയും ദൈവവചനത്താൽ സമ്പൂർണ്ണമായി നയിക്കപ്പെടുന്നവരാണ്. എട്ടാമതായി ദൈവവചനത്തെ ആത്മാവിൻ്റെ ആയുധമായി പറയുന്നുണ്ട്. എഫെസ്യ ലേഖനം 6:17 നാം വായിക്കുന്നു: രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ എന്ന്. ആത്മനിറവുള്ള വ്യക്തിക്ക് ശത്രുക്കളുണ്ട്. അവൻ അല്ലെങ്കിൽ അവൾ ഒരു പോർക്കളത്തിലാണ്. നരകത്തിൻ്റെ ശക്തി മുഴുവനും അവനെതിരാണ്, അവൾക്കെതിരാണ്. അവൻ എപ്പോഴും ആക്രമണമുഖത്താണ്. ആക്രമിക്കുവാനും പ്രതിരോധിക്കുവാനുമുള്ള ആയുധങ്ങൾ അവൻ ആവശ്യമാണ്. സാത്താൻ്റെ ആക്രമണത്തോട് എതിർത്ത് നിൽക്കുവാൻ അവന് കഴിയണം. അതിനുള്ള ഒരേ ഒരു മാർഗം ക്രിസ്തു ഉപയോഗിച്ചത് തന്നെയാണ്. മരുഭൂമിയിലെ പരീക്ഷാഘട്ടത്തിൽ യേശുവിനുണ്ടായിരുന്ന ഒരേ ഒരു ആയുധം ദൈവവചനമായിരുന്നു. വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് കർത്താവ് പിശാചിനോട് ആവർത്തിച്ച് പറയുന്നത് നാം കാണുന്നു. അങ്ങനെ ശത്രു അവനെ വിട്ടുപോയി. പരീക്ഷയിൽ വീണുപോകാതെ ശത്രുവിനെ തുരത്തുവാൻ വചനമെന്ന വാള് കർത്താവ് ഉപയോഗിച്ചു. അത് അവൻ പുസ്തക ചുരുൾ തപ്പി അതിൽ നിന്നും കണ്ടുപിടിച്ചില്ല. പിന്നെയോ അവൻ്റെ ഹൃദയത്തിൽ അതുണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. ഓർക്കുക, പിശാചിനോട് പോരാടുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന സർവായുധ വർഗത്തിൽ ആക്രമണത്തിനായുള്ള ഒരേ ഒരു ആയുധം ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ മാത്രമാണ്. ഇനി 119 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യത്തിൽ നാം വായിക്കുന്നു: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന്. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള വചനം മാത്രമേ ആവശ്യഘട്ടത്തിൽ ആത്മാവിൻ്റെ വാളായി നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കൂ. നാം പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന വചനം മാത്രമേ സാത്താനെ നേരിടേണ്ട സമയത്ത് പ്രയോജനപ്പെട്ടൂ. അതുപോലെ ആത്മാവിൻ്റെ ആയുധം ഉപയോഗിക്കുവാനുള്ള നിശ്ചയദാർഢ്യം പരീക്ഷയിൽ വിജയിക്കുവാൻ നമുക്ക് ആവശ്യമാകുന്നു. 12 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യത്തിൽ നാം കാണുന്നത്: യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ എന്ന്. ഇനി 30 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ നാം കാണുന്നു: അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അനേകരും സാത്താനോടുള്ള പോരാട്ടത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നതിന് കാരണം അവർക്കുള്ള ആയുധം ദൈവവചനം, അതായത് അത് ഉപയോഗിക്കുവാനുള്ള പരിശീലനം അവർക്കില്ലാത്തതിനാലാണ്. ദൈവവചനത്തിൻ്റെ ആധികാരികതയിലും
വിശ്വസനീയതയിലും ഉറപ്പുണ്ടായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ദൈവവചനത്തെ 9 പറഞ്ഞിരിക്കുന്നത് കീടത്തെ ചാമ്പലാക്കുകയും തണുപ്പകറ്റുകയും ചെയ്യുന്ന തീയായിട്ടാണ്. തീ, അഗ്നി. യിരെമ്യാ പ്രവചനം 20-9 നാം വായിക്കുന്നു, ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്നു, എനിക്ക് വഹിയാതെയായി. ദൈവഹിതത്തിന് വിപരീതമായി നമ്മിലുള്ള സകലത്തെയും ദഹിപ്പിച്ച് നമ്മെ ശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ. അതോടൊപ്പം തന്നെ നമുക്ക് ഉന്മേഷവും ആവേശവും ആശ്വാസവും നൽകുന്നതും ദൈവവചനമാണ്, പ്രത്യേകിച്ചും പ്രതിസന്ധികളിലൂടെ നാം പോകുമ്പോൾ. 10 ദൈവവചനം കഠിനമായുള്ളതിനെ പൊട്ടിക്കുന്ന ചുറ്റിക പോലെയാണ്. യിരെമ്യാ പ്രവചനം 23 29 നാം വായിക്കുന്നു, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ മത്സരങ്ങളും എതിർപ്പുകളും കടുംപിടുത്തങ്ങളും ഒക്കെ ഉണ്ട്. സ്വന്തം വഴികളിൽ നടക്കുന്ന, സ്വന്തം സൗകര്യങ്ങൾ അന്വേഷിക്കുന്ന, സ്വന്തം താല്പര്യങ്ങൾ മാത്രം മുറുകെ പിടിക്കുന്ന മനുഷ്യൻ പെട്ടെന്നൊന്നും വിനയപ്പെടുകയില്ല. അങ്ങനെയുള്ളവരുടെ ഹൃദയകാഠിന്യത്തെ തകർത്ത് ഉരുക്കി പ്രയോജനപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ് ദൈവവചനമാകുന്ന ബൈബിൾ. ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവകരുണയുടെ, ദൈവസ്നേഹത്തിൻ്റെ, വിശ്വസ്തതയുടെ, മാറ്റമില്ലാത്ത കൃപയുടെ മൃദുലമാക്കുന്ന പ്രകാശരശ്മികളാൽ ഉരുകുന്നു. അവർ സ്വന്തം ഇഷ്ടങ്ങൾ ദൈവഹിതത്തിന് വിധേയപ്പെടുത്തി സന്തോഷത്തോടും താഴ്മയോടും സ്നേഹ നിർഭരമായും ജീവിക്കുന്നു. 11 ദൈവവചനം പരിപക്വമാക്കുന്നതും വർദ്ധിപ്പിക്കുന്നതുമായ, വളർത്തുന്നതുമായ വിത്ത് പോലെയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-11 നാം വായിക്കുന്നു, ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. വിത്ത് കട്ടിയുള്ള ഒരു വസ്തുവാണ്. അത് വെളിച്ചവും ഈർപ്പവും ഇല്ലാത്ത ഇടത്ത് വെച്ചാൽ അത് വിത്തായി തന്നെ അവിടെ തുടരും. എന്നാൽ തക്ക മണ്ണിൽ വിതച്ച് ആവശ്യമായ പരിപോഷണം നൽകിയാൽ അത് ചെടിയായും വൃക്ഷമായും വളർന്നു വലുതാകും. ദൈവവചനം ഒരു വിത്താകുന്നു. കേടുവരാത്ത, ഉള്ളിൽ ജീവനുള്ള ആ വിത്ത് മനുഷ്യഹൃദയമായ മണ്ണിൽ പരിശുദ്ധാത്മാവിനാൽ വിതച്ചാൽ അത് പുതിയ സൃഷ്ടിയായി ഫലം പുറപ്പെടുവിക്കും. രക്ഷിക്കുവാനും ശുദ്ധീകരിക്കുവാനുമുള്ള അതിൻ്റെ ശക്തി പ്രകടമാക്കുന്നതിനായി അത് മനുഷ്യജീവിതങ്ങളിൽ വിതയ്ക്കപ്പെടേണ്ടതാണ്. യാക്കോബ് എഴുതിയ ലേഖനം 1-21 നാം വായിക്കുന്നു, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ആത്മാർത്ഥമായ പഠനത്താലും സ്ഥിരോത്സാഹത്താലും വചനം എന്ന വിത്ത് ഓരോ വ്യക്തിയിലും വിതയ്ക്കപ്പെടേണ്ടതാണ്. വളരുവാൻ വിത്തിന് സമയം വേണമെന്നതുപോലെ ദൈവവചനം നിരന്തരം ധ്യാനിക്കേണ്ടതുണ്ട്. അതിൻ്റെ യഥാർത്ഥ ഫലം ഉണ്ടാകേണ്ടതിന് ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സിലും മനസാക്ഷിയിലും ഇഷ്ടാനിഷ്ടങ്ങളിലും നിറഞ്ഞു നിൽക്കണം. അതായത് വിശ്വാസം എന്ന മണ്ണിൽ വചനമെന്ന വിത്ത് നിലനിൽക്കണം. ഒരു ക്രിസ്തു വിശ്വാസിയിൽ രാത്രിയും പകലും ദൈവവചനം വസിക്കണം. 119 സങ്കീർത്തനം 97 നാം വായിക്കുന്നു, നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-7 നാം കാണുന്നു, അത് വെന്തുപോകും, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഒരു ക്രിസ്തുവിശ്വാസിയുടെ തണുത്ത ഹൃദയവും കഠിനപ്പെട്ട മനസാക്ഷിയും ബലഹീനമായ ഇച്ഛാശക്തിയും ദുർബലമായ സാക്ഷ്യവും ആവേശമില്ലാത്ത ആരാധനയും ഫലശൂന്യമായ ശുശ്രൂഷകളും ശക്തിയില്ലാത്ത പ്രാർത്ഥനകളും എല്ലാം വിരൽ ചൂണ്ടുന്നത് ദൈവവചനത്തിലുള്ള അജ്ഞതയും ദൈവവചനത്തോടുള്ള അനാസ്ഥയും എന്ന കാര്യത്തിലേക്കാണ്. എന്നാൽ ജീവിതത്തിൽ വചനത്തിന് അതിൻ്റേതായ സ്ഥാനം നൽകുന്ന ഏതൊരു വ്യക്തിക്കും പാപബോധം വരുത്തുവാനും അയാളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും സമൂലം ശുദ്ധീകരിക്കുവാനും നിയന്ത്രിക്കുവാനും മുന്നറിയിപ്പ് നൽകുവാനും ഗുണീകരിക്കുവാനും ശക്തിയുള്ളതായി വചനം മാറുന്നു.
ദൈവപുത്രൻ്റെ സ്വരൂപത്തോട് നിരന്തരം അനുരൂപപ്പെട്ട് വളരുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു മൂശയായി, ഒരച്ചായി ദൈവവചനം മാറുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക. ദൈവവചനം ക്രമാനുഗതമായി വായിച്ചും പഠിച്ചും ധ്യാനിച്ചും അനുസരിച്ചും മറ്റുള്ളവരെ പഠിപ്പിച്ചും നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി വളരാം. ബൈബിളിലെ ഓരോ പുസ്തകവും വരുന്ന ആഴ്ചകളിലും മാസങ്ങളിലും നാം ഒരുമിച്ച് പഠിക്കുവാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടും തയ്യാറെടുപ്പോടും ഈ പഠനത്തിൽ നിങ്ങൾ പങ്കുചേരുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. അതിനായി ഞാനും പ്രാർത്ഥിക്കുന്നതാണ്. ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള പ്രസക്തി തിരിച്ചറിയുവാൻ ഈ ക്ലാസ്സുകൾ ഉപകരിക്കുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ സന്തത സഹചാരിയാക്കി തീർക്കുന്നു എന്ന് വരികിൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഉത്തമ സഹായിയായി അത് കൂടെ ഉണ്ടാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.